കേന്ദ്ര സർക്കാരിന്റെ വിവിധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് ഫെബ്രുവരി 11 ബുധൻ അർദ്ധരാത്രി 12 മണി മുതൽ ആരംഭിക്കുകയാണ്. പണിമുടക്കിന്റെ പ്രധാന വിവരങ്ങൾ. സമയം ഫെബ്രുവരി 11 അർദ്ധരാത്രി മുതൽ ഫെബ്രുവരി 12 അർദ്ധരാത്രി വരെ. ആരാണ് പങ്കെടുക്കുന്നത്? CITU, INTUC, AITUC തുടങ്ങി 10ഓളം പ്രമുഖ ട്രേഡ് യൂണിയനുകളും കർഷക സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് കാരണം? പുതിയ ലേബർ കോഡുകൾ പിൻവലിക്കുക, സ്വകാര്യവൽക്കരണം നിർത്തലാക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, ഇന്ത്യ-US വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. എന്തൊക്കെ തടസ്സപ്പെടും? ക്ലോസ്ഡ്, എഫക്റ്റഡ്. കേരളത്തിൽ പണിമുടക്ക് ഒരു ഹർത്താൽ പ്രതീതിയുണ്ടാക്കാനാണ് സാധ്യത. പൊതുഗതാഗതം, KSRTC, സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ, ടാക്സി എന്നിവ നിരത്തിലിറങ്ങില്ല. സ്വകാര്യ വാഹനങ്ങൾ തടയില്ലെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ടെങ്കിലും യാത്രക്കാർ ശ്രദ്ധിക്കുക. ബാങ്കിംഗ്, പൊതുമേഖലാ ബാങ്കുകൾ പണിമുടക്കിന് പിന്തുണ നൽകുന്നതിനാൽ ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെട്ടേക്കാം. ATMകൾ പ്രവർത്തിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ സ്കൂളുകളും കോളേജുകളും പ്രവർത്തിക്കാൻ സാധ്യത കുറവാണ്. കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായി സംഘടനകൾ ഔദ്യോഗികമായി പിന്തുണച്ചിട്ടില്ലെങ്കിലും പലയിടത്തും കടകൾ അടഞ്ഞുകിടന്നേക്കാം. എന്തൊക്കെ പ്രവർത്തിക്കും? ഓപ്പൺ, എക്സെംപ്റ്റഡ്. ചില അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആശുപത്രികൾ, ആംബുലൻസ്, മരുന്നുകടകൾ. പാൽ, പത്രം, ഫയർ സർവീസ്. ശബരിമല തീർത്ഥാടകർ, തീർത്ഥാടകരുടെ വാഹനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മാരാമൺ കൺവെൻഷൻ, കൺവെൻഷനുമായി ബന്ധപ്പെട്ട യാത്രകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ, വിമാന സർവീസുകൾ ഉണ്ടാകുമെങ്കിലും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് സ്വന്തം വാഹനം കരുതേണ്ടിവരും. ശ്രദ്ധിക്കാൻ: നാളത്തെ യാത്രകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വാർത്താ ചാനലുകൾ ശ്രദ്ധിക്കുക. ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.